ഹലോ എല്ലാവർക്കും വെൽക്കം ടു FMKC വേൾഡ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു പുഡിംഗ് ആണ്. ചോക്ലേറ്റ് പുഡിംഗ് ആണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. സിമ്പിളാണ് കേട്ടോ, വളരെ നിമിഷം നേരം കൊണ്ട് നമുക്ക് ഈ പുഡിംഗ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പുഡിംഗ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം എടുക്കുന്നത് ചൈന ഗ്രാസ് ആണ് കേട്ടോ. 10 ഗ്രാം ചൈന ഗ്രാസ് ആണ്, ഒരു പാക്കറ്റാണ് കേട്ടോ. 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് നമ്മൾ എടുക്കുന്നത്. അത് ഫുള്ളായിട്ട് പൊട്ടിച്ച് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചെറിയ കഷ്ണങ്ങളാക്കി, ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 15 മിനിറ്റ് ആണ് നമ്മളിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ. 15 മിനിറ്റൊക്കെ മതി. അത് അപ്പോഴത്തേക്കും ഇത് സോക്കായി കിട്ടും. ഇനി നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കവർ പാല് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കുമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. സെയിം അളവാണ് രണ്ടിനും. അത് രണ്ടും കൂടെ നമുക്കിതിലേക്ക്, ഈ പാലിലേക്ക് നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ സോക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പാനിലേക്ക് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതേ സമയം തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ വേറൊരു പാനിൽ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ സമയത്താണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. നമ്മുടെ പാലൊന്ന് ചെറുതായി തിളച്ച് വരുന്ന സമയം നമുക്ക് 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ വേറൊരു പാനിലിരുന്ന് നന്നായിട്ട് കുറുകി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും ഒരേ സമയത്താണ് പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ മറ്റേ പാനിൽ നമ്മൾ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിത് ഈ കൊക്കോ പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ഈ പാലും കൊക്കോ പൗഡറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ സമയം നമ്മളിവിടെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കോഫി പൗഡർ നമ്മൾ ചേർത്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാൻഹുഡിൻ്റെ കോഫി പൗഡറാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വാൻഹുഡിൻ്റെ കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഇത് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാവേ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ആണ് കേട്ടോ. അത് ഒരു 1-2 തുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കും. അങ്ങനെ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൈന ഗ്രാസ് നല്ല പരുവത്തിനായിട്ടുണ്ട്. നമ്മളങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് അരിച്ച് നമ്മുടെ ഈ പാനിലേക്ക്, നമ്മുടെ പാനിൻ്റെ ഈ മിക്സിലേക്ക് അരിച്ചാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അരിച്ചൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെയും ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പാലിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള ഒരു മിക്സ് നമ്മുടെ ഈ ഒരു നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ട്രേയിലേക്ക് നമ്മൾ അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അരിച്ചൊഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കുറേയധികം പത വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു സ്പൂൺ വെച്ചിട്ട് കോരി മാറ്റണം കേട്ടോ. അപ്പോൾ അതേ ഒന്ന് കോരി മാറ്റി കൊടുക്കാം. അതിനുശേഷം ഈ പതെല്ലാം കോരി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടി, പുഡിംഗ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റ് കോമ്പൗണ്ടിലൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം, സിമ്പിൾ.
അപ്പം അടിപൊളി ചോക്ലേറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മുടെ കുട്ടീസിൻ്റെ കൊടുത്ത് നമ്മുടെ അഭിപ്രായം ചോദിക്കാം. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഓരോ പ്ലേറ്റിലേക്ക് മാറ്റി നമ്മുടെ കുട്ടീസിന് കൊടുക്കാം. നമ്മുടെ കസിൻ്റെ പിള്ളേരെല്ലാം നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. പുഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ നേരമായിട്ട് കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി കൊടുക്കാം. നമ്മുടെ 2 മെയിൻ പൈതങ്ങളും ഇതാ ഇവിടെ ഉണ്ട്. അവന്മാർ നല്ല വെയിറ്റിങ്ങിലാണ്. ക്ഷമിച്ച് ക്ഷമ കിട്ടിയിരിക്കുക. അപ്പം നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് പീസാക്കി പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇതേ കണ്ടില്ലേ, നല്ല സോഫ്റ്റ്, നല്ല ജെല്ലി മാതിരി ഇരിക്കുന്ന പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഇവരുടെയൊക്കെ അഭിപ്രായം ചോദിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സംഭവമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റാ.